എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ സ്വാഗതം. കാലിക്കറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റികളുടെ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു സംശയങ്ങളാണ് ചോദിക്കുന്നത്. പല വിദ്യാർത്ഥികളും ഏറ്റവും കൂടുതൽ കമന്റ് അയച്ച് ചോദിക്കുന്നതും കാലിക്കറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റികളുടെ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റികളുടെ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം എന്ന് പ്രസിദ്ധീകരിക്കുമെന്നാണ് കൂടുതൽ വിദ്യാർത്ഥികൾ കമന്റ് അയച്ചും അല്ലാതെയും ചോദിക്കുന്ന സംശയം. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം മെയ് മാസം 13 തീയതി നാളെ എന്ത് ചെയ്യും? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും? പ്രസിദ്ധീകരിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചത്. അപ്പോൾ നാളെ പ്രസിദ്ധീകരിച്ചാലും നാളെ എല്ലാ റിസൾട്ടും ഒന്നിച്ചു വരുമോ, അതോ കുറച്ചായിട്ട് ഒരു 2-3 ദിവസം കൊണ്ടേ വന്ന് തീരുവുള്ളൂ എന്നുള്ളതിൽ നമുക്ക് കൃത്യമായ ഒരു വിശദീകരണം നൽകപ്പെട്ടിട്ടില്ല. നമ്മളിപ്പോൾ വിവിധ സെമസ്റ്ററുകളുടെ ഫലം പ്രസിദ്ധീകരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്ത്, ആദ്യം ഇന്ന് BCom BBA, നാളെ BA BSc എന്നിങ്ങനെ ഓരോ ദിവസവും ഓരോ ഘട്ടങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിക്കാറ്. ഇതുവരെ റിസൾട്ടുകൾ ഒന്നിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടിട്ടില്ല. അതുമാത്രമല്ല, റെഗുലർ വിദ്യാർത്ഥികളുടെ എക്സാം റിസൾട്ടാണോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളുടെ എക്സാം റിസൾട്ടാണോ ആദ്യം വരിക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ റെഗുലർ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമായിരുന്നു, ഒരു വർഷം മുമ്പ് വരെ റെഗുലർ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമായിരുന്നു HDE വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരാറ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, മാറ്റമുണ്ട്. HDE വിദ്യാർത്ഥികളുടെ ആദ്യം വരാറുണ്ട്, അതിനുശേഷവും റെഗുലർ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നാളെ റിസൾട്ട് വരുമെന്ന് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം? നാളെ മുതൽ റിസൾട്ട് പ്രതീക്ഷിക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം എന്ന് വരുമെന്ന് ചോദിക്കുന്നത് മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ നിങ്ങളുടെ വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇതുവരെ പൂർത്തീകരിച്ചതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോട് കൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാളെ മുതൽ പുറത്തു വിടുമെന്നാണ് അറിയിച്ചത്. അങ്ങനെ വരുമ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കും അധികം വൈകിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോട്ട് വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. അത്രയൊന്നും വൈകില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ധാരണ. ഈ ആഴ്ച തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താണ്, വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞതാണ്. പക്ഷേ റിസൾട്ട് എന്ന് പുറത്തുവിടുമെന്നുള്ളതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി യാതൊരു അപ്ഡേറ്റും പുറത്തുവിട്ടിട്ടില്ല. തീർച്ചയായും കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് കരീദ, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.